മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനമാണ് പ്രേക്ഷകർ അല്പം മുമ്പ് കണ്ടത്. മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രിയദർശിനി എന്ന പേരിൽ സംസ്ഥാനത്ത് സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും തിങ്കളാഴ്ച മുതൽ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ മന്ത്രിസഭാ യോഗം. ഓർഡിനറി ബസ്സുകളിലായിരിക്കും സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും ആദ്യഘട്ടത്തിൽ ഈ സൗജന്യ യാത്ര എന്ന കാര്യവും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. KSRTCക്ക് പ്രതിമാസം 65 മുതൽ 70 കോടി രൂപ വരെ നഷ്ടമുണ്ടാകുന്നതാണ് ഈ പദ്ധതി. അത് KSRTCക്ക് നൽകുന്നതിന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം. അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മന്ത്രിസഭാ യോഗ തീരുമാനത്തിൻ്റെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ശ്രീജിത്ത്. രണ്ട് കാര്യങ്ങളാണ് ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ വി ഡി സതീശൻ്റെ ഈ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ തോന്നിയത്. ഒന്ന്, മുൻ മുഖ്യമന്ത്രി അപൂർവമായാണ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. ആ വാർത്താ സമ്മേളനത്തിലാകട്ടെ കൂടുതൽ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയും, ഒരു വാർത്താ സമ്മേളനം 1 മണിക്കൂറോളം ഉണ്ടെങ്കിൽ 3/4 മണിക്കൂറോളം വിശദീകരിക്കുകയും പിന്നീട് 1-2 ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി എന്ന രീതിയായിരുന്നു. ഇന്നിപ്പോൾ പക്ഷേ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം 2 കാര്യങ്ങൾ മാത്രമാണ് മന്ത്രിസഭാ യോഗത്തിൻ്റെതായി വിശദീകരിച്ചത്. യോഗ തീരുമാനങ്ങൾ എത്രയുണ്ടെങ്കിലും അത് വിശദീകരിക്കുന്നത് നല്ലതാണ് ജനങ്ങൾക്ക് അക്കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി. പക്ഷേ 2 കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. കൂടുതൽ സമയവും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിനാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമയം കണ്ടെത്തിയത്. അതാകട്ടെ ഒരു സമയപരിമിതിയും ഇല്ലാതെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞു. എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചോദിച്ചു. ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതിനൊക്കെ മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മറുപടിയുടെ കാര്യത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചവർക്ക് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ അദ്ദേഹം ആ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന പഴയ രീതി അതിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. 10 വർഷം മുമ്പ് വരെ മുഖ്യമന്ത്രിമാർ സ്വീകരിച്ചിരുന്ന രീതിയാണ് ഈ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരെ കാണുക. അപ്പോൾ മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ സമകാലിക വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഉണ്ടാകും. അതിന് മാധ്യമപ്രവർത്തകർക്ക് അവസരങ്ങൾ ലഭിച്ചിരുന്നു. അങ്ങനെ അതിലേക്ക് എത്തുകയാണോ? എല്ലാ ആഴ്ചയും ഇനി മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾക്ക് ശേഷം ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനം ഉണ്ടാകുമോ? ശ്രീജിത്ത്, ഈ 2 കാര്യങ്ങൾ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ശ്രീജിത്ത്. ദിലീപ്, മെയ് 18-ന് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരമേറ്റപ്പോൾ മുതൽ ആദ്യ ക്യാബിനറ്റ് യോഗം കഴിഞ്ഞാലുള്ള വാർത്താ സമ്മേളനം അദ്ദേഹം തിരികെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ആ 10 കൊല്ലം മുമ്പുള്ള പഴയ UDFന്റെ കാലത്തെ സ്ഥിതിയിലേക്ക് പുനഃസ്ഥാപിക്കുമെന്ന് വി ഡി സതീശൻ ഉറപ്പ് നൽകിയിരുന്നു. അതുപോലെ തന്നെ എല്ലാ മന്ത്രിസഭാ യോഗങ്ങൾക്ക് ശേഷം ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങൾ പതിവായി കഴിഞ്ഞു. എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ഉത്തരം നൽകുന്നതാണ് പതിവ്. മാത്രമല്ല, ക്യാബിനറ്റ് തീരുമാനങ്ങൾ വളരെ സ്പഷ്ടമായി വിശദീകരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഇത്തവണ സംഭവിച്ചത്. KSRTCയിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, ഗവൺമെന്റ് ബിൽഡർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ 2 കാര്യങ്ങളിലാണ് അദ്ദേഹം ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. അതായിരുന്നു മന്ത്രിസഭാ യോഗത്തിലുണ്ടായിരിക്കുന്ന തീരുമാനം. പിന്നീടാണ് ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള സാവകാശം മാധ്യമങ്ങൾക്ക് നൽകിയത്. എല്ലാ ചോദ്യങ്ങൾക്കും, പല ആവർത്തിയുള്ള ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മടിയൊന്നും കൂടാതെ മറുപടി പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിലെ മാധ്യമ വിലക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണെങ്കിലും കിഫ്ബിയിലെ അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും AI ടൂളുകൾ ഉപയോഗിച്ചാണ് ധവളപത്രം തയ്യാറാക്കിയതെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട കാര്യത്തിലുമെല്ലാം മുഖ്യമന്ത്രി വളരെ സഹിഷ്ണുതയോടെയുള്ള കേട്ടു. ആ ചോദ്യങ്ങളെല്ലാം കേട്ടു, അതിനുള്ള മറുപടി നൽകി. എന്തായാലും പഴയപോലെ ക്യാബിനറ്റ് യോഗത്തിന് ശേഷമുള്ള പതിവ് വാർത്താ സമ്മേളന ശൈലിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അത് മെയ് 18 മുതൽ വി ഡി സതീശൻ സ്വീകരിക്കുന്ന നയമാണ്. സെക്രട്ടറിയിലെ മാധ്യമ വിലക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഉത്തരവാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു. മാത്രമല്ല, മാധ്യമ പ്രവർത്തകർക്കുള്ള വിലക്ക് നീക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ അദ്ദേഹം മാധ്യമങ്ങളോട് സ്വീകരിക്കുന്ന ശൈലി. എന്തായാലും ആ ശൈലിയിൽ പ്രകടമായ മാറ്റം മുൻ സർക്കാരിന്റെ കാലത്ത് നിന്ന് സംഭവിച്ചിരിക്കുന്നു എന്നതാണ് ദിലീപ് ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ സംഭവിക്കുന്നത്. ശ്രീജിത്ത്, മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനങ്ങളിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിങ്കളാഴ്ച മുതൽ ഈ സൗജന്യ യാത്ര സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും എന്ന നേരത്തെയുള്ള ആ വാഗ്ദാനം, ആ പ്രഖ്യാപനം അത് നടപ്പാകാൻ പോവുകയാണ്. അത് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ തീരുമാനം നടപ്പാകുക.
അതിൽ ഇന്ന് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചതുപോലെ മലബാർ മേഖലയിലൊക്കെ KSRTC ബസ്സുകൾ കുറവാണ്. അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബദൽ സംവിധാനം, അതായത് അവിടെ സ്വകാര്യ ബസ്സുകളാണ് കൂടുതലുള്ളത്, അത്തരത്തിലുള്ള ഒരു സംവിധാനം, അത്തരം കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉയർന്നിരുന്നു. പക്ഷേ ഏതായാലും ഈ തീരുമാനം നടപ്പാവാൻ പോവുകയാണ്. ഓർഡിനറി ബസ്സുകളിൽ തിങ്കളാഴ്ച മുതൽ KSRTC വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകുമോ ശ്രീജിത്ത്? ദിലീപ്, UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പ് കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമാണ് ജൂൺ 15, അതായത് വരുന്ന തിങ്കളാഴ്ച മുതൽ നടപ്പിലാക്കാൻ പോകുന്നത്. KSRTC ബസ്സുകൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ് UDFന്റെ പുതുയുഗ യാത്രയുടെ സമാപന വേദിയിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.